RRR, ബാഹുബലി, മഗധീര, ഈച്ച തുടങ്ങി ലോകോത്തര സിനിമകൾ നമുക്ക് സമ്മാനിക്കുന്ന രാജമൗലിയുടെ സിനിമകളിലെ കഥാപാത്രങ്ങളെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ് രാജമൗലി തന്റെ സിനിമകളിലെ ക്യാരക്ടറിനെ ഡിസൈൻ ചെയ്യുന്നത്? ഏതൊരു ക്യാരക്ടറിനും കൃത്യമായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ടാവും, ഒരു ക്യാരക്ടർ ആർക്ക് ഉണ്ടാവും, ശക്തമായിട്ടുള്ള സ്ത്രീ കഥാപാത്രങ്ങൾ ഉണ്ടാവും. വെൽക്കം ടു തംചി, where you can learn film making every day. ഓരോ കഥാപാത്രങ്ങളെ കുറിച്ചും ഒരു 300-400 ചോദ്യങ്ങൾ തയ്യാറാക്കി ഒരു ചോദ്യാവലി ഉണ്ടാക്കും. ഇത് ഡയറക്ഷൻ ഡിപ്പാർട്ട്മെന്റ്, സ്ക്രീൻ പ്ലേ ഡിപ്പാർട്ട്മെന്റ്, ഈ കഥാപാത്രങ്ങൾ ചെയ്യുന്ന അഭിനേതാക്കൾ ഇവരുടെയൊക്കെ കൂടെ ഒരു മീറ്റിംഗ് പ്ലാൻ ചെയ്തിട്ട് ഇതങ്ങ് അവതരിപ്പിക്കും. RRR എന്ന് പറഞ്ഞ സിനിമയിൽ റാം ആൻഡ് ഭീം എന്ന് പറഞ്ഞ രണ്ട് കഥാപാത്രങ്ങൾ തന്റെ 25-26 പ്രായത്തിലുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഫോർ എക്സാമ്പിൾ, ഭീം എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിന് അദ്ദേഹം തയ്യാറാക്കിയുള്ള ചോദ്യങ്ങൾ ഇപ്രകാരമായിരുന്നു. ഭീം എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിന് ചെറുപ്പത്തിൽ എന്താണ് ഇഷ്ടങ്ങൾ ഉണ്ടായിരുന്നത്? ആ ഇഷ്ടങ്ങൾ വലുതായപ്പോൾ എങ്ങനെയൊക്കെ മാറി? എന്തുകൊണ്ട് മാറി? ഏതിലേക്ക് മാറി? എന്തിനാണ് ഇങ്ങനെ ഒരു പ്രോസസ്? ഒരു കഥാപാത്രം ഓരോ സാഹചര്യങ്ങളിലും എങ്ങനെ പെരുമാറുന്നു എന്നുള്ളത് അഭിനയിക്കുന്ന അഭിനേതാവിന് കൃത്യമായിട്ടൊരു ഐഡിയ കിട്ടാൻ വേണ്ടി ഈ ഒരു പ്രോസസ് സഹായിക്കും. ഒരാളുടെ വ്യക്തിത്വം എന്ന് പറയുന്നത് അയാൾ വളർന്നു വരുന്ന സാഹചര്യമാണ്. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ അഭിനയിക്കുന്ന അഭിനേതാവിന് കൂടുതൽ ഭംഗിയോടുകൂടി ആ ഒരു ക്യാരക്ടറിനെ പ്രസന്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഫോളോ ഫോർ മോർ.